ഹലോ ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു ചെടി നടലാട്ടോ. അപ്പോൾ ചെടി നടാനുള്ള 3 ചട്ടികളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിണേ. നമ്മൾ ഈ ചട്ടി ഒഴിവാക്കി വെച്ചതാണ് കേട്ടോ. ഇതിലുള്ള ചെടികളൊക്കെ വേറെ ഇതിലേക്ക് മാറ്റി വെച്ചപ്പം ചട്ടിയൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇന്ന് ഞാൻ നടാൻ ഉദ്ദേശിക്കുന്ന ഈ ചെടി ഇതാണ്. ഈ ചെടീൻ്റെ പേരെന്താണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ചെടി. ഇത് പ്രത്യേക ഒരു തരം ഭംഗി. ഇത് അധികം അങ്ങോട്ട് വലുപ്പം വെക്കുകയും ചെയ്യൂല. നല്ലൊരു ഭംഗിയില്ല. ഈ ചെടീൻ്റെ പേരറിയുന്നവരൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് ഈ 3 ചട്ടികളിലും ചെടിച്ചട്ടിയിലും നമുക്ക് ഈ ചെടി ഒന്ന് നട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ചെടി നടുന്നതിൻ്റെ മുന്നേ ഞാൻ മിക്സ് മണ്ണൊക്കെ റെഡിയാക്കി വെച്ചിന് കേട്ടോ. പിന്നെ ഫസ്റ്റ് തന്നെ ഞാൻ ഇതിലേക്ക് ചകിരി ഒന്നും ഇടാനില്ലാത്തത് കൊണ്ട് ഞാൻ 3 ചിരട്ട എടുത്തിട്ട് ഇങ്ങനെ ഫസ്റ്റ് കമത്തി ഇങ്ങോട്ട് ചെടിച്ചട്ടിയിലേക്ക് ഇങ്ങനെ ചിരട്ട ഇങ്ങോട്ട് കമത്തി വെച്ച് കൊടുത്തേ. അതിൻ്റെ ശേഷം എന്ത് ചെയ്ത് മിക്സ് മണ്ണ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കരിയിലകളോ അല്ലെങ്കിൽ ചകിരിയൊക്കെയാണ് സാധാരണ ഇടല്. അപ്പോൾ ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ചിരട്ട ഒന്ന് വെച്ച് നോക്കിട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും നമുക്ക് ചെയ്ത് നോക്കാമല്ലോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. പിന്നെ ഇത് അധികം വലുപ്പമുള്ള ചട്ടിയൊന്നുമല്ല, എന്നാലും നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ഈ ചെടി ഉണ്ടല്ലോ, നല്ല ഭംഗിയുള്ളൊരു ചെടിയും ഇതിലേക്ക് പെട്ടെന്ന് തന്നെ പിടിക്കുകയും ചെയ്യും കേട്ടോ. ചെടീൻ്റെ പേര് അറിയാത്തത് കൊണ്ടാണ് ഞാനിതിനെ ചെടി എന്നിങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ 3 ചട്ടിയിലേക്കും മണ്ണ് ഇങ്ങോട്ട് നിറച്ച് വെക്കട്ടെ. എന്നിട്ട് ഞാൻ നടുന്ന രീതി ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്താലും നമ്മളെ കുഞ്ഞു വിശേഷങ്ങളായാലും നമ്മൾ എന്ത് നട്ടാലും നിങ്ങൾക്ക് കാണിച്ചു തരും. അതുപോലെ നമ്മൾ ഈ ചെടി നടുന്നതും ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചെടിക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാവും ചെയ്യും. അതുപോലെ ഇതിൻ്റെ തണ്ടുണ്ടല്ലോ, നമ്മളിങ്ങനെ തണ്ട് പൊട്ടിച്ച് നടാം. നമുക്കിത് വേരോടൊക്കെ തന്നെ നടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൻ്റെ തണ്ട് നട്ടിട്ട് നട്ടാൽ മതി. പിന്നെ ഇത് തണ്ട് ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്തുണ്ടല്ലോ, ഇതിന്മേന്ന് വെള്ള ഒരു കറ വരും. ആ കറ നമ്മൾ കണ്ണിലേക്കൊക്കെ ആവുന്നത് നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. കണ്ണിലേക്കൊന്നും ആവാൻ പറ്റൂല എന്നാണ് ഈ പറയൽ കേട്ടോ ഇതിൻ്റെ കറ. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് നട്ടുകൊടുക്കാമെന്ന് വിചാരിച്ച്. ഈ കട്ട് ചെയ്യുമ്പോൾ കണ്ടത് ഇതിലേക്ക് വെളുത്തിട്ടുള്ളൊരു കറ ഇങ്ങനെ വരുന്നുണ്ടേ. എന്നാലും അത് ഉണങ്ങിയിട്ട് നടണം എന്നൊക്കെ പറയലുണ്ട് ചില ആൾക്കാർ. ഞാനിവിടെ നട്ട് നോക്കിയത് ഇങ്ങനെ കിട്ടിയപ്പോൾ അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് നട്ട് വെക്കാം കേട്ടോ. എന്തായാലും പിടിക്കുന്നതിൻ്റെ ചെറിയൊരു തണ്ടിൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നു, കവറിലാണ് നട്ടിഞ്ഞത്. അത് കവറിന് ഒരു ഭംഗിയില്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നൈമന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ അങ്ങോട്ട് നട്ട് നോക്കുകയാണ്. പിന്നെ ഇതാണെങ്കിൽ ഇതിൻ്റെ ഇലക്കാണ് ഇതിൻ്റെ ഭംഗി. നല്ലൊരു ഭംഗി അതിൻ്റെ ഇലക്ക കേട്ടോ. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ എനിക്കിതൊന്ന് ഇങ്ങനെ ചട്ടിയിലേക്കൊന്ന് നട്ട് പിടിപ്പിച്ച് നമ്മളെ സിറ്റ് ഔട്ടിലേക്കൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഭംഗിയുള്ള ചെടിയാണ്. പിന്നെ ഇതിന് നനയ്ക്കണ സമയത്തുണ്ടല്ലോ, വെള്ളമൊക്കെ നനയ്ക്കണത് ഓവറായി നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ലോണം നമ്മൾ ഇതിൻ്റെ മണ്ണിങ്ങോട്ട് നല്ലോണം വറ്റിയതിൻ്റെ ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് വെള്ളത്തിൻ്റെ ഒരാവശ്യമില്ല. നല്ലൊരു ഭംഗിയുള്ള ചെടി. പിന്നെ അങ്ങനെ പെട്ടെന്ന് ഉണങ്ങി പൂവ് ഒന്നുമില്ല. അതിൻ്റെ ഇലയൊക്കെ എന്നും അതുപോലെ തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ ഈ ചെടീൻ്റെ പേരറിയണവരൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കാം. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, നിങ്ങൾക്കൊക്കെ റാഹത്തായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മളെ കുഞ്ഞു വിശേഷങ്ങളും പിന്നെ നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് നല്ലൊരു കാലാവസ്ഥ കേട്ടോ. നമുക്ക് നമ്മളെ വീടും പരിസരവും ഒക്കെ ഒന്ന് വൃത്തിയാക്കാൻ പറ്റിയ നല്ലൊരു കാലാവസ്ഥ. അതുപോലെ നമ്മൾ അലക്കിയതൊക്കെ ഉണക്കാൻ പറ്റിയതൊരു ദിവസം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ഇടയിൽ നമ്മൾ വന്നിട്ട് നമ്മളെ ചെടികളൊന്ന് ചെടീൻ്റെ ഇടയൊക്കെ വന്ന് വൃത്തിയാക്കി വെച്ച് അതിലേക്ക് നടാൻ പറ്റിയ ചെടികളൊക്കെ ഒന്ന് ഇപ്പോഴായി നമുക്ക് എന്താണ് കുറച്ചൊക്കെ നട്ട് വെച്ചാലാണ് ഒരുപാട് ചെടികൾ നമ്മളടുത്തുണ്ടാവുള്ളൂ. പിന്നെ ഇങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ടാവും. ഒരു സൈസ് ചെടി തന്നെ ഒരു ഭാഗത്തിന് സെറ്റാക്കി വെക്കുകയാണെങ്കിൽ നല്ല ഭംഗി കേട്ടോ. അപ്പം ഞാൻ ഈ ചെടിയൊക്കെ നടലൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ സ്ഥാനത്തേക്ക് നമുക്ക് കൊണ്ടുപോയി വെക്കണം കേട്ടോ. ഇതിൻ്റെ ഇല കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു ഇലല്ലേ, അധികം വലുപ്പമില്ല ചെറുപ്പമല്ല. എനിക്കിതിൻ്റെ ഇലക്കാണ് ഒരു പ്രത്യേകം ഭംഗി. ഞാനിപ്പം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഫുള്ളുമായിട്ട് ഇങ്ങനെ നട്ട് കൊടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വെക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ സിറ്റ് ഔട്ടിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ മാറ്റി വെച്ചാട്ടെ ഈ ചെടി ഈ 3 ഒരുമിച്ച് ഇങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ വലിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളില്ലാത്ത ചെടികളാണല്ലോ ഇതൊക്കെ. അപ്പോൾ നമ്മൾ ചെടീൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കും വേണം കേട്ടോ. എന്തെങ്കിലും ഈ ജാതികളൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നോക്കുന്നത് നല്ലതാണ്. നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ ചെടികൾ വെക്കുന്ന സമയത്ത് എന്തെങ്കിലും പാമ്പൊക്കെ ഇങ്ങനെ കയറി കൂടുന്നതൊക്കെ നമ്മൾ ചെടിച്ചട്ടീൻ്റെ അടിയിലൊക്കെ വന്ന് നിൽക്കുന്നതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലൊക്കെ ഒരുപാട് ആൾക്കാർ സിറ്റ് ഔട്ടിലൊക്കെ ചെടികൾ വെക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചെരുപ്പിൻ്റെ അടിയിലൊക്കെ
നമുക്കിതുവരെ അങ്ങനത്തെ ഒരു അനുഭവം ഒന്നും ഉണ്ടായില്ല. എന്നാലും നമ്മൾ നല്ലോണം കരുതും കേട്ടോ. കരുതണം. നമ്മളിങ്ങനെ നട്ട് പിടിപ്പിക്കുന്നവരാണ് നമ്മളെ വീടും പരിസരവും എപ്പോഴും വൃത്തിയായിക്കൊണ്ട് നിൽക്കണം കേട്ടോ. അതാ നമ്മളെ 3 ചെടികളും ഇവിടെ സെറ്റാക്കി ഇങ്ങനെ തന്നെ വെച്ചാണ്. ഇനി ഇതിൻ്റെ ചെടീൻ്റെ പേരൊന്ന് അറിയണവരൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കട്ടോ. ഇനി നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് അറിയിക്കണം. അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഹൈപ്പ് ചെയ്യും വേണം കേട്ടോ. അപ്പം ഇത് നമ്മളിവിടെ സെറ്റാക്കി വെച്ചാൽ ഇനി നമുക്ക് കുറച്ച് ചെടികളൂടെ ഉണ്ട് നട്ട് പിടിപ്പിക്കാൻ. അതോടെ പോയി നടട്ടെ. ഓക്കെ, ബൈ.